ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇസ്മക്കുട്ടിക്ക് അറബ് മാസം കൊണ്ട് അവൾക്ക് 1 വയസ്സ് തികയുന്നത് ഇന്നാണ് കേട്ടോ. അപ്പോൾ റജബ് 15-നാണ് അറബ് മാസം കൊണ്ട് അവൾക്ക് 1 വയസ്സ് തികയണത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു പായസമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇംഗ്ലീഷ് മാസം കൊണ്ട് ഫെബ്രുവരി 7-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ അന്നാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബ് മാസം കൊണ്ട് ഒന്നാണല്ലോ, അപ്പോൾ നമുക്കൊരു ചെറിയൊരു പായസമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സേമിയ പായസമായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ അമ്മ പാൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയും ഏലക്കായും പിന്നെ നല്ല ജീരകം കൂടിയിട്ട് അരച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മ മറ്റേ എന്താണ് ഇതിന് പറയുക, സാബൂനരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉമ്മ ഈ സമയത്ത് സേമിയം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്തടുപ്പിൽ നമ്മൾ പാല് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ ഒന്ന് വറക്കാൻ വേണ്ടി വെച്ചിട്ട് ഒന്നിങ്ങനെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. നന്നായിട്ട് പൊടിച്ചു കൊടുത്തതിന് ശേഷം സേമിയത്തിന് നമുക്കിങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അധികം സേമിയം ചേർക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ പായസത്തിൽ ഇങ്ങനെ കുറേ അധികം സേമിയമായിട്ട് രസം ഉണ്ടാവില്ല. കുറച്ച് ലൂസായിട്ട് സേമിയം കുടിക്കുമ്പോഴാണ് അതിൻ്റെ രസം. പിന്നെ നമ്മൾ സാബൂനരി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ്. നമുക്കിങ്ങനെ കുടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇസ്മക്കുട്ടിയുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവളിവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അവൾക്കൊരു ഡപ്പ കിട്ടിയപ്പോൾ അതായിട്ട് അവൾ ഇരുന്ന് അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറബ് മാസം കൊണ്ട് ഇന്നാണല്ലോ ബർത്ത്ഡേ, റജബ് 15-നാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് മാസം കൊണ്ട് ആയിട്ടില്ല. അപ്പോൾ 7-ാം തീയതിയാണ് ഇംഗ്ലീഷ് മാസം കൊണ്ട് വരുന്നത്. പക്ഷേ ഷെംകാക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 10-ാം തീയതി ആവും മിക്കവാറും സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം. പിന്നെ അത് കഴിഞ്ഞു നമ്മൾ വറുത്ത് വെച്ച സേമിയ അമ്മ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സേമിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചസാരയും ഏലക്കായും പിന്നെ അതുപോലെ നല്ല ജീരകം കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ അളവിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുക. പഞ്ചസാര കുറച്ചെടുത്തിട്ടുള്ളൂ. ഷുഗറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. ഉപ്പാക്കൊക്കെ ഷുഗർ ഉള്ളതുകൊണ്ട് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ മധുരം കുറച്ചിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ മധുരത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെയ്യ് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് ഉരുക്കിയിട്ട് അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് താളിച്ചെടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്നേ നമ്മളിങ്ങനെ ഡപ്പാത്രത്തിലാക്കി വെച്ചതുകൊണ്ട് അതിൻ്റെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട്, പൊതുവെ എല്ലാവർക്കും അണ്ടിപ്പരിപ്പ് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് നമുക്ക് താളിച്ചെടുക്കാം. നമുക്ക് പായസത്തിലേക്ക് തൂമിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ ഇസ്മുക്കുട്ടിക്ക് അവളുടെ ബർത്ത്ഡേയുടെ പായസമല്ലേ, അപ്പോൾ അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണമല്ലോ. പൊതുവെ ആൾക്ക് മധുരമൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് കുടിക്കാനും സാധ്യതയില്ല എന്ന് ഉറപ്പായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ നിർബന്ധിച്ചിട്ട് ഒരു സ്പൂണൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അവൾക്ക് തീരെ മധുരത്തിൻ്റെ സാധനങ്ങളൊന്നും അവൾക്ക് അത്ര ഇഷ്ടമല്ല. ഇങ്ങനെ തല തിരിക്കുള്ളൂ അവൾ കൊടുത്താൽ. കണ്ട തലതിരിക്കോൾക്ക് ഇഷ്ടമല്ല മധുരങ്ങൾ. അപൂർവത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചു പറയാം. അവൾക്ക് ഇങ്ങനെ പുളിയുള്ളത് എരിവുള്ളതൊക്കെയാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. നുറുക്കൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എന്നാലും ഞാനിങ്ങനെ ഒരു സ്പൂണ് കൊടുക്കുന്നുണ്ട്. ഒരു അവളുടെ ബർത്ത്ഡേയുടെ ഒരു മധുരമല്ലേ, ആൾ കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ കൈയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ കൊടുത്ത് മുഖത്തെ എക്സ്പ്രഷൻ നോക്ക്. അവൾക്ക് പൊതുവേ ഇഷ്ടമല്ലല്ലോ, എങ്കിലും ആളൊരു സ്പൂണൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് അവൾക്ക് കൊടുത്തതിനൊക്കെ ശേഷം നമ്മളും ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. അടിപൊളി പായസമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ ചെറിയൊരു പായസം ഉണ്ടാക്കുന്നതും പിന്നെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.